ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിലെ സെൽഫ് സർട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ചാനലെല്ലാം മോണിറ്റൈസ് ആയിട്ടുള്ള ഒരുപാട് ക്രിയേറ്റേഴ്സിന് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മെയിൽ വന്ന് കാണും, ഇൻട്രൊഡ്യൂസിങ് സെൽഫ് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ്. അപ്പോൾ എന്താണ് ഇത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയതിനു ശേഷം ഇവിടെ കണ്ടന്റ് എന്നതിൽ പോകുമ്പോൾ നമ്മൾ ഇവിടെ ആഡ്സ് എല്ലാം എല്ലാ വീഡിയോസിലും ഓൺ ചെയ്ത് വയ്ക്കാറുണ്ട്. ഇത്തരത്തിൽ ഓൺ ചെയ്ത് വയ്ക്കുമ്പോൾ മോണിറ്റൈസേഷന് താഴെയായി ഇവിടെ ഗ്രീൻ കളറിൽ ഡോളർ വരികയാണെങ്കിൽ ഇത് അഡ്വർടൈസർ ഫ്രണ്ട്ലി ആണ് എന്നതാണ് കാണിക്കുന്നത്. ഇവിടെ കുറെ പേർക്ക് ഇത്തരത്തിൽ യെല്ലോ കളറിലുള്ള ഡോളർ എല്ലാം കാണിക്കും. ഇത്തരത്തിൽ യെല്ലോ കളറിൽ ഡോളർ എല്ലാം കാണിക്കുകയാണെങ്കിൽ ഇവിടെ ലിമിറ്റഡ് ആഡ്സ് ആണ് നമുക്ക് ലഭിക്കുക എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടെല്ലാമാണ് ഇത് യെല്ലോ കളറിൽ കാണിക്കുന്നത്. ഇത്തരത്തിൽ ഇത് യെല്ലോ അല്ലെങ്കിൽ ഗ്രീൻ എല്ലാം കാണിക്കുന്നത് യൂട്യൂബിലുള്ള കുറെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. എന്നാൽ ഇത്തരത്തിൽ ഇത് സിസ്റ്റം ചെക്ക് ചെയ്തും ഇത്തരത്തിൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആകാറുണ്ട്. അതിനാൽ തന്നെ പലരുടെ വീഡിയോസിലും ഇത്തരത്തിൽ യെല്ലോ സെലക്ട് ചെയ്യുന്നത് ഇത് ഇൻകറക്റ്റ് ആയെല്ലാം വരാറുണ്ട്. അതായത് ഗ്രീൻ കളറിൽ ലഭിക്കേണ്ട ഐക്കൺ ഇത് യെല്ലോയിലേക്കെല്ലാം വരാം. അതിനാൽ തന്നെ ഇത്തരത്തിൽ സിസ്റ്റം ജനറേറ്റഡ് ആയ എറേഴ്സ് എല്ലാം കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സെൽഫ് സർട്ടിഫിക്കേഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഇത്തരത്തിൽ ഇവിടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ മോണിറ്റൈസേഷൻ ഓൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത്തരത്തിൽ ആഡ് സ്യൂട്ടബിലിറ്റി എന്നൊരു പേജിലേക്കാണ് പോവുക. ഇത്തരത്തിൽ ഇത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഈ വീഡിയോ ഇത് അഡ്വർടൈസർ ഫ്രണ്ട്ലി ആണ്, വേറെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എങ്കിൽ നമുക്ക് ഇവിടെ നൺ ഓഫ് ദി എബവ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് റേറ്റിംഗ് എന്ന് കൊടുക്കാം. അതായത് ഇവിടെ നമ്മൾ സെൽഫ് സർട്ടിഫൈ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ഇത് കംപ്ലീറ്റ് അഡ്വർടൈസർ ഫ്രണ്ട്ലി ആണ് എന്നതാണ്. എന്നാൽ ഇവിടെ നമ്മൾ കറക്റ്റായി റേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എപ്രകാരമാണ് ഇത് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ ഇൻഅപ്രോപ്രിയേറ്റ് ലാംഗ്വേജ് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ഇവിടെ നിങ്ങൾ ഏത് തരത്തിലുള്ളതാണ് അത് എന്ന് സെലക്ട് ചെയ്തിരിക്കണം. അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയുടെ ടൈറ്റിലിൽ അല്ലെങ്കിൽ തംബ്നെയിലെല്ലാം പ്രൊഫാനിറ്റി കണ്ടന്റ് എല്ലാം വരുന്നുണ്ട് എങ്കിൽ ഇത് കറക്റ്റായി ഇവിടെ സെലക്ട് ചെയ്യണം. ഇത്തരത്തിൽ കറക്റ്റായി സെലക്ട് ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ ഇവിടെ സബ്മിറ്റ് റേറ്റിംഗ് എന്ന് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ അഡൽട്ട് കണ്ടന്റ്, വയലൻസ്, അതുപോലെ ഷോക്കിംഗ് കണ്ടന്റ് ഇത്തരത്തിലെല്ലാം നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇതിലേതെങ്കിലും കണ്ടന്റ് നമ്മുടെ വീഡിയോയിൽ വരുന്നുണ്ടോ എങ്കിൽ അത് പ്രോപ്പറായി സെലക്ട് ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ ഇവിടെ സബ്മിറ്റ് റേറ്റിംഗ് എന്നത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു കണ്ടന്റിൽ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ആഡ് ആയിട്ടില്ല. അതായത് ഈ പറയുന്ന ഒരു കാര്യവും ഇല്ലാത്തതിനാൽ തന്നെ ഞാൻ ഇത് നൺ ഓഫ് ദി എബവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ സബ്മിറ്റ് റേറ്റിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ സേവ് ഫോർ ആഡ്സ് എന്ന് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് കാണാം. ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻസിൽ നിന്നാണ് നമ്മുടെ വീഡിയോ യെല്ലോ ഐക്കണിലാണോ അല്ലെങ്കിൽ ഗ്രീൻ ഐക്കണിലാണോ വരേണ്ടത് എന്നെല്ലാം കാണിക്കുക. എന്നാൽ ഇവിടെ നമ്മൾ ഇൻകറക്റ്റായ ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കുക. കാരണം പിന്നീട് നമ്മൾ ഇത്തരത്തിൽ കൊടുക്കുന്ന കാര്യങ്ങൾ അത് യൂട്യൂബ് റിലേ ചെയ്യില്ല. ഇവിടെ ഈ ഒരു മെയിലിൽ കറക്റ്റായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റേറ്റ് അക്യുറേറ്റ്ലി, അതായത് കറക്റ്റായി നമ്മുടെ വീഡിയോ റേറ്റ് ചെയ്യാനാണ്. അതിനുശേഷം ഇവിടെ പറയുന്നത് നമ്മൾ കറക്റ്റായി കുറെ വീഡിയോസ് ഇതുപോലെ കറക്റ്റായാണ് നമ്മൾ റേറ്റിംഗ് എല്ലാം കൊടുക്കുന്നത് എങ്കിൽ നമ്മുടെ കൺസിസ്റ്റന്റ് ആയി ഇത് അക്യുറേറ്റ് ആവുകയാണെങ്കിൽ ഇത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് എന്നതാണ്. ഇനി നമുക്ക് മൂന്നാമതായി ഇവിടെ ഇൻഫ്ലുവൻസ് യുവർ മോണിറ്റൈസേഷൻ എക്സ്പീരിയൻസ് എന്ന് വന്നിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ നമ്മൾ പ്രോപ്പറായി നമ്മുടെ വീഡിയോ എല്ലാം റേറ്റ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ മോണിറ്റൈസേഷൻ എക്സ്പീരിയൻസ് എല്ലാം നല്ല രീതിയിലാക്കുമെന്നാണ് ഇവിടെ കൊടുക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്